രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു, രണ്ടുപേര് കാലിൽ പിടിക്കുന്നു. എന്നിട്ട് വളയാതെ കുലുങ്ങാതെ ഏസിയിട്ട കാറിന്റെ കത്ത് ചാരിയിരുന്ന പോയോര്, നാട്ടിലുള്ള പാവപ്പെട്ടവരെ ചവിട്ടി തേച്ചവര്, പള്ളി എന്ന് പറയുമ്പോ അരോചകത്വം നിറഞ്ഞ മനസ്സോടെ പുച്ഛിച്ചു തള്ളിയവര്, അല്ലാഹുവിന്റെ ബാങ്കിന്റെ മറുപടി കൊടുക്കാറ് പേപ്പട്ടിയെ പോലെ ദുനിയാവിന് വേണ്ടി ചത്തൊതുങ്ങാൻ വിധിച്ചവര്, ഇനിയെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര സമയമാ പാഴാക്കി കളഞ്ഞത്. പാതിരാ സമയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുടയുന്ന പെണ്ണേ, പ്ലസ് 1-നും പ്ലസ് 2-നും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, ആ മൊബൈലിനകത്തോട് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരു ദിവസം ഒരു 10 അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപം ആർക്കാണ് മോനെ? വാപ്പയായ നിനക്കാണ് മോനെ. വാപ്പ എന്ന് പറഞ്ഞ വയറുറവിൽ നടന്നാ പോരാ, ആ പെണ്ണ് ചെയ്ത പെണ്ണാടിപ്പറത്തിന്റെ ഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത് നീയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതാ 4 പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടില് ഒരു പായ വിരിച്ചിട്ടോ, ഒരു ഡെസ്ക് പിടിച്ചിട്ടോ അതിന്റെ മുകളിൽ നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. കുളിപ്പിക്കാൻ പോവാട്. ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ? എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമയ്ക്കും വേണ്ടി പറന്നുവിട്ട പ്രിയപ്പെട്ട ഉപ്പ, മദ്രസയിൽ ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സംഘാടകര് പറഞ്ഞതാണ് ഉസ്താദേ, ഈ പരിപാടികളും നെറ്റിന്റെ ചിലവുകളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ, അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദ്രസക്ക് ബെഞ്ച് വാങ്ങാൻ, ഡെസ്ക് വാങ്ങാൻ വേണ്ടി ചിലവെടുക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം തോന്നിപ്പോയി. അല്ലാഹു അതിന് സഹായിക്കുന്നവര് അല്ലാഹു സഹായിക്കട്ടെ. അവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം കൊടുക്കട്ടെ. ചോദിക്കാണ് സഹോദരിമാരെ, എത്ര പേരുണ്ട് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ? നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ? ചുരിദാർ വേണമെന്ന് പറയുമ്പോ പാട്ടിയാലയും അനാർക്കലിയും നെറ്റ് ചുരിദാറും ഒക്കെ വാങ്ങി മക്കൾക്ക് കേട്ടിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോള് വികാലാന്തി പോണമെന്ന് പറയുമ്പോ ആ മക്കളെയും വിളിച്ച് തോളത്ത് കയറ്റിയിട്ട് വികാലാന്തിൽ പോയി രാപകലില്ലാതെ വെള്ളത്തിനകത്ത് വെറുമോടയിട്ട് തുള്ളിച്ചാടാൻ മാത്രം സംസ്കാരം നശിച്ചുപോയ സമുദായമേ, ആരുണ്ടടാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട്? ഈമാനുള്ള ഒരു കൈകൊണ്ട് വെള്ളം കോരി ഒടിക്കാൻ ഒരാളുണ്ടോ? വാടകയ്ക്കെങ്കിലും ഒരാളുണ്ടോ? എവിടെന്നെങ്കിലും വരുന്ന ആരെങ്കിലും കുളിപ്പിച്ചാ മതിയോ? അതിനാണോ നീ മക്കളെ പെറ്റത് പെണ്ണ്? അതിനാണോ അവർക്ക് മുലപ്പാല് കൊടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ജീവിച്ചതുമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്ത് കുളി പഠിപ്പിച്ചു കൊടുത്തോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മയ്യത്ത് കുളി നിങ്ങൾ പഠിച്ചോ? മയ്യത്ത് കുളി പഠിക്കാനുള്ള മനസ്സ് വെച്ചോ? ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ ഞാൻ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഫോണിലൂടെ വിളിക്കുന്ന, എന്റെ കാസറ്റ് വീട്ടിന്റെ അടുക്കി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എന്റെ തിരക്കൊടിയുന്ന ഒരു സമയം വരുമ്പോ ഞാൻ നിങ്ങളെല്ലാം ഫോണിലൂടെ വിളിച്ചു പറയും. തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇൻഷാ അല്ലാഹ് മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് എന്റെ നേതൃത്വത്തിൽ നടത്താൻ പോവാണ്. നമ്മൾ പഠിച്ചേ പറ്റൂ പ്രിയമുള്ള ചെറുപ്പക്കാരാ. സിനിമാ ലോകത്തിന്റെ പിന്നാലെ ഓടി നടന്ന എത്രയോ പേര് അസ്രായിൽ കൊണ്ടുപോയില്ലേ? എത്രയോ പേര് മണ്ണോട് ചേർന്ന് പോയില്ലേ? അതുകൊണ്ട് മനസ്സിരുത്തി ചിന്തിച്ചോ, ജീവിതം
ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെട്ട സെക്കൻഡുകളൊന്നും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ, പാട്ടും ഡാൻസും മാത്രം മതിയോ, തമാശയും ചിരിയും മാത്രം മതിയോ? പോരാ പോരാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ. അത് നിങ്ങളുടെ മക്കളായിരിക്കണേ. നബിതങ്ങൾ പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ, നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ, ആ സമയത്താണ് റൂഹ് വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? ഫഇന്ന ജസദീ മുഹ്തരിക്കും ബിഖുറൂജി റൂഹി. റൂഹ് ഊരിയെടുത്തത് കൊണ്ട്, റൂഹ് പുറപ്പെട്ടത് കൊണ്ട് എന്റെ ശരീരത്തിന്റെ അകം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്, കരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ, വെള്ളം നിങ്ങൾ പതുക്കെ ഒഴിക്കണേ. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 6 മക്കളിൽ സ്കൂളിൽ പോയ, പ്ലേ സ്കൂളിൽ പോയ 6 മക്കള് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്കൂൾ വാഹനം മറിഞ്ഞ് വീണ് മരിച്ചുപോയപ്പോ 6 മക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? 4.5 വയസ്സുള്ള കുഞ്ഞ് ഉമ്മാടെ കവളത്ത് ചുംബനം തന്നിട്ട് ഉമ്മച്ചി പോട്ടെ എന്ന് പറഞ്ഞ് ടാറ്റാ പറഞ്ഞ് വേഗം തൂക്കിയിട്ട് വാട്ടർ ബോട്ടിലും കയ്യിൽ വെച്ചുകൊണ്ട് ഇക്കാരോടും അനുജത്തിയോടും അനുജരോടും സലാം പറഞ്ഞിട്ട് പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ. അതുപോലെ പൊന്നുമോൾ 6 പേര്, 6 പ്രിയപ്പെട്ട മക്കള്, 4 വയസ്സും 4.5 വയസ്സും 5 വയസ്സുമുള്ള മക്കള്, മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, മക്കളെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, പോസ്റ്റ്മോർട്ടം ചെയ്തു വെച്ച് ഒരു വാപ്പാന്റെ മുമ്പിൽ 4 വയസ്സുകാരനെ കൊണ്ടുവെക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ അരുമ മക്കള്. നമ്മൾ ചെല്ലുമ്പോ വാപ്പാന്ന് പറഞ്ഞ് തോളത്ത് കയറി ചുംബനം തരുന്ന നമ്മുടെ മക്കള്, ഉമ്മാന്ന് പറഞ്ഞ് മാറത്തുനിന്ന് മാറാതെ വാരിപ്പിടരുന്ന നമ്മുടെ മക്കളെ തല വെട്ടി കീറിയിട്ട്, നെഞ്ചു വെട്ടി കീറിയിട്ട് മുമ്പ് കൊണ്ടുവെക്കുന്ന രംഗത്തെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിരിച്ചു കളിച്ച് രസിച്ചുകൊണ്ട് നടന്നാ പോരാ. മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ സരസീന്ന് പോകാൻ. നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. യുവത്വമല്ലേ, രക്തത്തിളപ്പുള്ള പ്രായമല്ലേ, ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ. അതുകൊണ്ട് അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ. മോനെ, ഈ സരസ് അല്ലാഹു തന്നതാണ്, ഈ മജ്‌ലിസ് റബ്ബ് തന്നതാണ്. ഈ സരസിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. ക്യാൻസർ തരില്ല അല്ലാ, ട്യൂമർ തരില്ല അല്ലാ, അപകട മരണം തരില്ല അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല അല്ലാ. ഇതൊക്കെ വരാനൊരു സെക്കൻഡ് വേണ്ട മോനെ, ഇതൊക്കെ പിടിപെടാനൊരു സെക്കൻഡ് വേണ്ട മോളെ. രണ്ടാമത് റൂഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴാണ്. മൂന്നാമത് എപ്പോഴാണ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മയ്യത്തിനെ ഉളുവെടുപ്പിക്കുമല്ലോ, ചരിച്ചു കിടത്തുമല്ലോ, മുതുക് തേച്ചു കൊടുക്കുമല്ലോ. ആ സമയത്തതാ റൂഹ് വിളിച്ചു പറയുന്നു. എന്താ പറയുന്നതെന്നറിയോ? ഇന്ന ജസദീ മജ്റൂഹും ബിഖുറൂജി റൂഹ്. എന്റെ ശരീരത്തിന്റെ പുറഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ, എന്റെ ശരീരത്തെ പതുക്കെ പിടിക്കണേ, പതുക്കെ തേച്ചു കൊടുക്കണേ. ഷവറിന്റെ കത്ത് പാട്ടുപാടി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പുഴയിലൂടെ നീന്തി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണിക്കൂറുകളോളം കൂട്ടുകാരുമൊത്ത് ചോഴിയക്കോട് കുളത്തോപ്പുഴ തണുപ്പുള്ള ആറിൽ പോയി മുങ്ങിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, വീഗാലാൻഡിന്റെ കടപ്പുറത്ത്, വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ കത്ത് കയറി വരാ മനസ്സില്ലാതെ നീന്തിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, മോരെ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ
ബന്ധുക്കൾ വെള്ളമൊഴിക്കുന്നു, നിന്റെ നഖപ്പിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു. ഇനി നാലാമതെപ്പോഴാ കരയുന്നതെന്നറിയോ? അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലുമ്മ.